നബീസുമ്മയുടെ മണാലി യാത്രയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അന്തിച്ചർച്ചയിൽ മുസ്ലിങ്ങളെ വിമർശിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാനലുകളൊക്കെ വലിയ രീതിയിൽ സന്തോഷം പങ്കിടുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നിലപാടുകളും സമീപനങ്ങളും തെറ്റാണ്. അങ്ങനെയൊന്നും അല്ല. പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കണം. സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങൾ ഇസ്ലാമിലുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള ഇസ്ലാമിക വിമർശകരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി അന്തിച്ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് സമയം നീക്കിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ ചാനലുകൾ പുറകോട്ട് പോയിട്ടില്ല. വിഷയം എന്ന് പറയുന്നത്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു മണാലി യാത്ര നടത്തിയത് നബീസുമ്മ. അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. 21 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു. പട്ടിണിയും പരിവട്ടവും പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചത്. 3 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു. അവരാണ് മണാലി യാത്ര കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് വലിയ സന്തോഷം പങ്കിടുന്നതിനോടനുബന്ധിച്ചാണ് മറ്റുള്ള സുഹൃത്തിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വിടുന്നത്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് ഇടുങ്ങി നിൽക്കേണ്ട ജീവിത രീതികളൊന്നും അല്ല, സന്തോഷത്തോടും ആഹ്ലാദത്തോടു കൂടിയാണ് ജീവിതം ആനന്ദിക്കേണ്ടത് എന്ന തരത്തിലുള്ള അവരുടെ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് വീഡിയോ ഇറക്കുന്നു. അത് വൈറലാകുന്നു, അത് ഓടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രായം ചെന്ന സമയത്ത് പോലും മുസ്ലിം സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലൂടെയാണ് അതങ്ങനെ നീങ്ങിപ്പോയത്. അതോടുകൂടി അതിനെ വിമർശിച്ചുകൊണ്ട് ഇബ്രാഹിം സക്കാഫി ഉസ്താദ് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രായത്തിലൊക്കെ അവരെ ഒതുങ്ങിക്കൂടേണ്ടതാണ്, ഇങ്ങനെ പബ്ലിക്കായി ചെയ്തുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് വീഡിയോ പുറത്തു വിടേണ്ട രീതിയല്ല എന്ന് പറഞ്ഞതോടുകൂടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള സക്കാഫിയുടെ കയ്യേറ്റം എന്ന രീതിയിലേക്ക് പിന്നീട് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയാണ് ആ റൂട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്ലാമിൻ്റെ ഇതിൻ്റെ വീക്ഷണം എന്നുള്ളതും ഇതിൻ്റെ നിലപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇബ്രാഹിം സക്കാഫി പറഞ്ഞത് അവരുടെ നാടൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ഓരോരുത്തർക്കും ഒരു നാടൻ ശൈലിയും രീതികളുണ്ട്, ആ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് തെറ്റായിരിക്കുന്ന കാര്യമല്ല. അത് മതപരമായിരിക്കുന്ന ഒരു ഭാഗത്തോളം ശരിയാണ്. പിന്നീട് രണ്ടാമത്തെ ശരി എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ശൈലിയോടെ പറഞ്ഞു എന്നുള്ളതിൽ അപാകതകളുണ്ടോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. മതപരമായിരിക്കുന്ന കുറേ നിയമങ്ങൾ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ഇസ്ലാം വിശ്വാസികളോട് പറയുന്നുണ്ട്. അത് ഒരു പ്രവൃത്തി, ഒരു ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിഷേധിക്കുന്നതും ധിക്കരിക്കുന്നതും 4 വിഭാഗമായിട്ട് തന്നെ അതിന് വേർതിരിച്ചിരിക്കുന്നു. റമദാൻ നോമ്പിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം, അത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിൽ വിട്ടുവീഴ്ച കാര്യങ്ങളൊന്നുമില്ല. അത്രയും വലിയ രോഗികളോ മറ്റുള്ള കാര്യങ്ങളോ ഉള്ളവർക്കല്ലാതെ സാധാരണ രീതിയിൽ ആരോഗ്യമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ആരാധനയാണ് റംസാൻ കാലത്ത് നോമ്പ് എന്ന് പറയുന്നത്. നിസ്കാരം പോലെ തന്നെ അവിടെ പറയുന്ന ഒരു കാര്യം, വല്ല കാരണവശാലോ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും നിങ്ങൾ നോറ്റവരെ പോലെ നടിക്കണം എന്നുള്ളതാണ്. അത് അങ്ങാടിലൊക്കെ ചെന്നിട്ട് ഞാൻ നോമ്പ് അനുഷ്ഠിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നതാണ് ധിക്കാരം എന്ന് പറയുന്ന കാര്യം. അത് നോമ്പ് നോൽക്കാത്ത ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷനേക്കാണ് കഠിനമാണ് ആ പറയപ്പെടുന്ന കാര്യം. നമ്മൾ നോറ്റിട്ടില്ലെങ്കിൽ നോറ്റവരെ പോലെ നിൽക്കുക എന്നുള്ളത് മതപരമായിരിക്കുന്ന ഒരു നിയമത്തിന്റെ ഭാഗമാണ്. ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാര്യമാണ്. നബീസുമ്മ മണാലി പോയതോ അല്ലെങ്കിൽ കാശ്മീരിൽ പോയതോ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോയതോ മതപരമായ രീതിയിലുള്ള തെറ്റായ കാര്യമല്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യത്തിനൊക്കെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മാത്രം പഠിക്കണം എന്നല്ല മതം പറഞ്ഞത്. എല്ലാ മതത്തെയും കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഇസ്ലാമികപരമായിരിക്കുന്ന നിയമവ്യവസ്ഥ എളുപ്പമുള്ളതാണ് എന്നുള്ളതും അതാണ് നമ്മുടെ ജീവിതത്തിന് ശാസ്ത്രീയപരമായ രീതിയും കാലോചിതപരമായ രീതിയിലും ഉതകുക എന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഇവിടെ മാത്രമല്ല, ലോകത്തുള്ള രാജ്യങ്ങൾ സന്ദർശിക്കണം. ആ രാജ്യത്തിലെ സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, അവരുടെ ശൈലികൾ, അവരുടെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താ പറയുന്നത്? നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ആശുപത്രി സന്ദർശിക്കണം. അവർ രോഗികളെ കാണണം. രോഗികളുമായിട്ട് ബന്ധപ്പെട്ടവർ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് ആരോഗ്യമുള്ള നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുക. അങ്ങനെ ഓരോരോ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് ഇസ്ലാം വിശ്വാസികളോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെ ഇതാണ്. നബീസുമ്മ മണാലി പോയി, യാതൊരു വിഷയമില്ല. ഐസുകൾ എടുത്തു കഴിഞ്ഞിട്ട് വിതറിയ ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു.
ആ വിഷയം എത്തുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. പോകുന്നതല്ല വിഷയം, പ്രചരിപ്പിക്കുന്നതാണ് വിഷയം. ഇവിടെ നബിസുമായത് എന്ന് പറഞ്ഞത് കൊണ്ട് ഇസ്ലാമിൻ്റെതായിരിക്കുന്ന വസ്ത്രധാരണ ധരിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് അത് സ്വാതന്ത്ര്യപരമായിരിക്കുന്ന ഉചിതമായിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് ആഖ്യാനിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം സഖാഫിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ യഥാർത്ഥപരമായിരിക്കുന്ന റൂട്ട് അതാണ്. എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് മതപരമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ റുക്സമോൾ എന്ന് പറഞ്ഞ ഒരു ഗാനം ഇവിടെ വല്ലാത്ത രീതിയിൽ വൈറലായി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉസ്താദ് തന്നെ വന്നു കണ്ടിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു ഗാനം കാരണത്താൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിവാദമായത്? ആ ഗാനം വിവാദമായത് ഈ പറയപ്പെട്ട ഉസ്താദ് ഒരു മുസ്ലിയാരായിരുന്നു. അത് തലക്കെട്ട് കെട്ടിയിരുന്നു, തൊപ്പിയിട്ടിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ അനുഷ്ഠാനപരമായിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റായിരിക്കുന്ന ഒരു ഗാനം വരുന്ന സമയത്താണ് അവിടെ വിഷയം. നേരെ മറിച്ച് തലയെ തൊപ്പിയില്ലെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ രണ്ട് തരത്തിൽ ശിക്ഷ നമ്മുടെ ഇന്ത്യയുടെ പീനൽ കോഡിൽ തന്നെ ഉണ്ട്. രണ്ട് തരത്തിൽ ശിക്ഷ എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു മോഷണം നടത്തിയാൽ കിട്ടുന്ന ശിക്ഷയല്ല ഒരു പോലീസുകാരൻ മോഷണം നടത്തിയാൽ കിട്ടുന്നത്. അതെന്താ അതിന്റെ കാര്യം? പോലീസുകാരൻ നിയമം സംരക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതും അതോടൊപ്പം തന്നെ നിയമത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തിയുമാണ്. അത് ഭരണഘടനയിൽ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് പോലീസുകാരൻ. അയാൾ പോയി മോഷ്ടിച്ചിട്ടാണെങ്കിൽ ഈ വ്യക്തി സാധാരണക്കാരൻ മോഷ്ടിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ കിട്ടും. അത് തന്നെയാണ് മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട വിഷയം. വിശ്വാസമായിട്ട് ബന്ധപ്പെടുമ്പോൾ സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാണ് 10 മടങ്ങാണ് അവർ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ. അതല്ലെങ്കിൽ അവർ സമൂഹത്തോട് പറയേണ്ടത് സാധാരണക്കാർ പറയുന്ന രീതിയിൽ ആയിരിക്കില്ല, അതിനേക്കാളും വലിയ രീതിയിൽ മാപ്പ് പറയേണ്ട സ്ഥിതിവിശേഷം വരും. ഇതിന് മുമ്പൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ നേരെ മറിച്ച് ഈ ഗാനം വന്നപ്പോൾ അയാളുടെ തലയിൽ തൊപ്പില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതൊരു അടയാളപ്പെടുത്തലാണ്. ഇപ്പോൾ പർദ്ദ ധരിച്ചു, തലയിൽ തട്ടൊക്കെ ഇട്ട് ഒരു സ്ത്രീ ഇങ്ങനെ മണാലി പോയിട്ട് ഒരു യാത്ര നടത്തി. ആ യാത്ര നടത്തിയോടനുബന്ധിച്ച് അത് വീഡിയോ എടുത്ത് മറ്റുള്ളവരെയും ക്ഷണിക്കുന്നു. അത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അവിടെയാണ് തെറ്റിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ആ തുടക്കത്തെ ഇബ്രാഹിം സഖാഫി ചോദ്യം ചെയ്യുന്നു. അത് മതപരമായിരിക്കും തെറ്റാണെന്ന് പറയുന്നു. ആ തെറ്റാണ്, അതിൻ്റെ യഥാർത്ഥത്തിൽ ശരിയാണ്, മതപരമായിരിക്കുന്ന നിയമമാണ്. മദ്യപിക്കുന്നതും പരസ്യമായി മദ്യപിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരാൾ മദ്യപിച്ചു, അത് ആരും അറിയാത്ത രീതിയിൽ ഒപ്പിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ മതപരമായി തെറ്റില്ലാത്ത കാര്യമൊന്നുമല്ല, കുറ്റം തന്നെയാണ്. അത് ഏത് തരത്തിലാണെങ്കിലും ഷാപ്പിൽ പോയി കുടിക്കുന്നതും വീട്ടിൽ വന്ന് കുടിക്കുന്നതും രണ്ടും തുല്യമായിരിക്കുന്ന തെറ്റാണ്. അതിൽ ഒന്നുകൂടി ഗൗരവം കൂടുന്ന എപ്പോഴാണ് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി നടക്കുന്നത്. അത് അതിനേക്കാണ് വലിയ തെറ്റാന്ന് എപ്പോഴാണെന്നറിയോ? ഒരു മുസ്ലിം അഡ്രസ്സ് പുറകിലുണ്ടാവുമ്പോൾ ഒരു സാമുദായികപരമായി നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസപരമായി നിരോധിക്കപ്പെട്ട ഒരു പ്രവൃത്തി പരസ്യമായ രീതിയിൽ അത് ശരിയാണ് എന്ന് സമൂഹത്തോട് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായി വരുന്നു. അപ്പോൾ ഇവിടെ മദ്യപിക്കുന്ന എല്ലാവരെയും കുറിച്ച് നമുക്കറിയാം. മുമ്പൊക്കെ അതിൻ്റെ പേര് കുടിക്കുന്ന ആളുകളുടെ പേര് വെച്ചിട്ടായിരുന്നു മദ്യപാനികളെ വിലയിരുത്തൽ. ഓരോരോ നാട്ടിലൊക്കെ നോക്കിയാൽ മതി. ഒരു 10-25 വർഷം മുമ്പൊക്കെ എടുത്തു നോക്കിയാൽ കള്ള് കുടിക്കുന്നവരുടെ പേര് ഈ സ്വന്തം പേരിനോട് കൂടി ചേർത്തിട്ടായിരുന്നു പറയുക. കള്ളുകുടിയൻ ഇന്ന ആള് എന്ന രീതിയായിരുന്നു പരാമർശിക്കാറില്ല. ഇന്ന് അതില്ല. കാരണം മദ്യപാനികളുടെ എണ്ണം കൂടി വരുന്നു. അതാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. എങ്ങനെയാ എന്ന് പറഞ്ഞാൽ സമൂഹം എങ്ങനെയാണോ ഇവരെ കാണുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാലോചിതപരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിനിടയിൽ ഉണ്ടാവും. അത് ഉണ്ടാവും എന്നതുകൊണ്ട് മതപരമായിരിക്കുന്ന ഇളവുകൾ അവർക്കുണ്ട് എന്നാണോ? അല്ല. മതപരമായിരിക്കുന്ന ഇളവുകൾ, മത നിയമ വ്യവസ്ഥ ലോകത്തിന്റെ അവസാനം വരെ ഒറ്റൊന്നും തന്നെയാണ്. അതിൽ മാറ്റ കാര്യങ്ങളൊന്നുമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാണ് മാറേണ്ടത്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി പരസ്യമായ രീതിയിൽ ചെയ്തുകൊണ്ട് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ശരിയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പൊ തന്നെ മതപണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം, സ്ത്രീകളോടൊപ്പം പുരുഷന്മാരില്ലാതെ, അതായത് ബന്ധുക്കളില്ലാതെ, രക്തബന്ധുക്കൾ ഇല്ലാത്ത രീതിയിൽ, മഹറം ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുന്നതിന് തെറ്റാണ്. മതം അതുപോലും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ പ്രവൃത്തിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ മഹറമില്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അറിയില്ല. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് പരസ്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയോട് പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്ത് എല്ലാ സ്ഥലത്തും സംഘടിതരാണ്. അത് അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കി ഒളിഞ്ഞു നിൽക്കുന്ന, പാത്തിരിക്കുന്ന വിഭാഗമായിട്ട് അവർ മാറിയിരിക്കുന്നു.
അപ്പോൾ ഈ മതപരമായിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് കൊണ്ട് യുക്തിവാദത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ യുക്തിവാദികളിൽ 99% ഇസ്ലാമിനെയായിരിക്കും എതിർക്കുക. മുസ്ലിങ്ങളിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയും തങ്ങളുടെ പേര് മുസ്ലിം നാമധാരി ആയിരിക്കുന്ന പേര് ഒരിക്കലും അവർ മാറ്റുകയില്ല. ആ പേരിലാണ് അവർ അറിയപ്പെടുക. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്തും അങ്ങനെ ഇസ്ലാമിനെ എതിർക്കപ്പെടുന്ന സമയത്ത് മാത്രമേ കൂടുതൽ കയ്യടികൾ കിട്ടൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതല്ലാത്ത രീതിയിൽ മുസ്ലിം മത നിയമ വ്യവസ്ഥയ്ക്ക് എതിരായിക്കൊണ്ട് മതം വിട്ടു പോകുന്ന വിഭാഗം അതേ മുസ്ലിം നാമത്തിന്റെ പേരിൽ എന്തുകൊണ്ട് അവർ മാറ്റം വരുത്തുന്നില്ല? വേറെ ഏതെങ്കിലും പേരെടുത്ത് ഞാൻ വെച്ചാൽ പോരെ? ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക, അവർ പേര് മാറ്റില്ല. അതേ പേരിൽ നിന്നുകൊണ്ട് എതിർക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഇബ്രാഹിം സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അയാളെ കല്ലെറിയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ കൃത്യമായ രീതിയിൽ മതാ പറഞ്ഞത്. പിന്നെ പറഞ്ഞതിൽ അയാളുടേതായിരിക്കുന്ന ശൈലി ഉപയോഗിച്ചു എന്നുള്ളതായിരിക്കും വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യം. അടിസ്ഥാനപരമായ രീതിയിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുക, അത് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവസരം ഇട്ട് കൊടുക്കുക, അത് മുസ്ലിം സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി മറ്റുള്ളവർക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക തെറ്റായിരിക്കുന്ന കാര്യമാണ്. സഖാഫി പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ശരി. അപ്പോൾ ഇവിടെ ഏതൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിനെ വിമർശിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് മാന്തി കീറി പരിശോധിച്ചു കൊണ്ട് ഈ അന്തിചർച്ചകൾ സംഘടിപ്പിക്കാനും എല്ലാ വിഭാഗം ചാനലുകളും എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മണാലി പോയതോ കാശ്മീരിൽ പോകുന്നതോ അജ്മീറിൽ പോകുന്നതോ അല്ലെങ്കിൽ ലോകം സന്ദർശിക്കാൻ പോകുന്നതോ എവിടെ ഒരു തെറ്റായിട്ട് പറയുന്ന കാര്യമില്ല. അവിടെയൊക്കെ മതപരമായിരിക്കുന്ന ചട്ടക്കൂട്ടുകളോട് കൂടിയിട്ട് പ്രവൃത്തി ചെയ്യണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. ഈ സാരാംശം ഉൾക്കൊള്ളേണ്ടത് ആരാണ്? മുസ്ലിം വിഭാഗം മാത്രം ഉൾക്കൊണ്ടാൽ മതി. മറ്റൊരു മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു മതവിശ്വാസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല സഖാഫി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തോടാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിയാകുന്ന സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് പറയുക എന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും മതപരമായിട്ട് തന്നെ സഖാഫിക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.